everyone. നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇനി അധികം സമയമൊന്നുമില്ല, ഇനിയും ദിവസങ്ങൾ മാത്രമാണ് അല്ലേ. അപ്പം അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ എടുക്കുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങളാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. റിവിഷനൊക്കെ ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ടൈമിലായിക്കോട്ടെ, കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പം ആദ്യം തന്നെ എല്ലാ ലൈവിലും ചോദിക്കുന്നതാണ്, മിസ്സേ ചാപ്റ്റർ വെയിറ്റേജ് പറയുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഈ വെയിറ്റേജ് തന്നെ ക്രിസ്മസ് എക്സാമിന് ആവണം എന്നില്ല, പക്ഷേ കുറച്ചും കൂടെ മാർക്ക് വെയിറ്റേജ് വരുന്നത് ഇപ്പോൾ ക്രിസ്മസ് എക്സാം പോർഷൻസ് ലൈക്ക് സെക്കൻഡ് ടേമിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഫസ്റ്റ് ടേമിൽ നിന്ന് നിങ്ങൾക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ചിലപ്പോൾ അത് ഓപ്ഷനിലാവാം, പക്ഷേ നിങ്ങൾ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ കേസ് ഇപ്പോൾ സെക്കൻഡ് ടേമിൽ ഏതെങ്കിലും ഒരു സാധനം എഴുതാനായിട്ട് സമയമില്ല, അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമിലെ ആ ഒരു ഭാഗം നിങ്ങൾക്ക് എഴുതി രക്ഷപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ബോത്ത് ഫസ്റ്റ് ടേം ആൻഡ് സെക്കൻഡ് ടേം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, ഇതാണെങ്കിൽ നിങ്ങൾക്ക് മോഡൽ എക്സാം വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് പോയി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി വലിയ മെനക്കെടേണ്ട ആവശ്യം വരില്ല. അപ്പം 9 ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് എഴുതാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 6 മാർക്ക്, സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ 14 പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിക്കുന്നതാണ്. അതിൻ്റെ അകത്തുനിന്ന് 7 മാർക്കിന് ചോദിക്കാനായിട്ടുള്ള സാധ്യത, ഷോർട്ട് എസ്സേ പോലത്തെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബിസിനസ് എൻവയൺമെന്റിന് 4 മാർക്കാണ് വരുന്നത്. അപ്പം അതിനനുസരിച്ച് ഓരോ ചാപ്റ്ററിനും ഇമ്പോർട്ടൻസ് കൊടുത്തു പോവുക കേട്ടോ. പ്ലാനിങ് വരുവാണെങ്കിൽ 6 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് അവിടെ വരുന്നത്. ഓർഗനൈസിങ്ങിന് 7 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. ഷോർട്ട് എസ്സേ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. സ്റ്റാഫിങ്ങിന് നമുക്ക് മെയിൻ എസ്സേ തന്നെ എക്സ്പെക്ട് ചെയ്യാം, കാരണം സ്റ്റാഫിങ് അത്യാവശ്യം പഠിക്കാനായിട്ടുണ്ട്. അത് തന്നെയല്ല 9 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ലോങ് എസ്സേക്കൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഡയറക്റ്റിങ്ങും നോക്കിയാൽ 11 മാർക്ക്, അതും അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്. അപ്പോൾ 11 മാർക്കിന് വരാനായിട്ടുള്ള, അതായത് ചിലപ്പം മെയിൻ എസ്സേ, അതിൻ്റെ കൂടെ 2 മാർക്സ്, ഒരു 4 മാർക്ക്, അങ്ങനെയൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഡയറക്റ്റിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ഒരു ഭാഗവും നിങ്ങൾ സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ പറയാൻ പോകുന്ന ഭാഗം പ്രത്യേകിച്ച് സ്കിപ്പ് ചെയ്യരുത്, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ കേസ് ഇപ്പോൾ പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ലൈവുകൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ആ ലൈവുകളൊക്കെ ഇരുന്ന് കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വേണ്ട എല്ലാ കണ്ടന്റും ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കൺട്രോളിങ് നോക്കുവാണെങ്കിൽ 4 മാർക്ക്, നമ്മുടെ തേർഡ് ചാപ്റ്റർ ബിസിനസ് എൻവയൺമെൻറ്റ് അതേ സെയിം മാർക്ക് വെയിറ്റേജ് തന്നെയാണ് വരുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമാണ്, അതിന് 10 മാർക്ക് വരുന്നുണ്ട്. അപ്പം എസ്സേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എസ്സേക്കുള്ള സ്ഥിരമായിട്ട് ചോദിക്കുന്നതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗവും നിങ്ങൾ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 10 മാർക്കും ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിനുള്ള ഒരു അഷുറൻസ് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് തന്നെ എന്താണ് വാട്ട് ഇസ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഡിഫൈൻ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ചോദ്യം വരാം. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്, ദർ ആർ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്, അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 4 മാർക്സിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഒബ്ജക്റ്റീവ്സും നമുക്ക് 2 to 4 മാർക്സും ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ഭാഗമാണ്. മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയത്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും 2 മാർക്സ് to 4 മാർക്സിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്, അതുകൊണ്ട് പഠിച്ചിട്ടേ പോകാവുള്ളൂ. സെക്കൻഡ് ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, നമ്മൾ ഒരുപാട് പ്രിൻസിപ്പിൾസ് പഠിക്കുന്നുണ്ട്. 14 പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്, അതൊക്കെ പഠിച്ചിട്ട് പോവുക. ഷോർട്ട് എസ്സേക്കൊക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആദ്യം തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. മേജർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അതിൻ്റെ അകത്തുനിന്ന് തന്നെ 2 മാർക്സിന് ഓരോന്നിൻ്റെ ഹെഡിങ്ങിൻ്റെ അകത്തുനിന്ന് 2 മാർക്സ് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കോൺട്രിബ്യൂഷൻ ഫ്രം സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയ നിങ്ങൾ പഠിക്കാതെ പോകരുത്. മൂന്നാമത്തെ ചാപ്റ്റർ ബിസിനസ് എൻവയൺമെൻറ്റ്. എന്താണ് ബിസിനസ് എൻവയൺമെൻറ്റ്? ഏതൊരു ചാപ്റ്റർ എടുത്താലും അതിൻ്റെ അകത്ത് ഫസ്റ്റ് ആ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ വാട്ട് ഇസ് ബിസിനസ് എൻവയൺമെൻറ്റ്, അല്ലെങ്കിൽ ഡിഫൈൻ ബിസിനസ് എൻവയൺമെൻറ്റ് എന്നുള്ള സംഭവം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. കാരണം 2 മാർക്സ് ടു എസ്സേ ചോദിക്കുവാണെങ്കിലും ഒരു ഇൻട്രഡക്ഷൻ എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഡയമെൻഷൻസ് അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് ബിസിനസ് എൻവയൺമെൻറ്റ്. ഡയമെൻഷൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്തോ, അതില്ലാത്ത
ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഓണപ്പരീക്ഷ തൊട്ട് മെയിൻ എക്സാം വരെ ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് എഴുതി വെച്ചോളൂ. പറ്റുവാണെങ്കിൽ അതിൻ്റെ ഒരു ഡയഗ്രാം ഒക്കെ വെച്ചാണ് ഞാൻ പഠിപ്പിച്ചത്. ആ ഒരു ഡയഗ്രാമും കൂടെ വരച്ച് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, പിന്നെ ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം. മിനിമം 4 മാർക്കിനെങ്കിലും നിങ്ങൾ ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടേ പോകാവുള്ളൂ. അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ആണെങ്കിൽ മിനിമം 2 എണ്ണമെങ്കിലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിങ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള രീതിയിൽ ആ ഒരു ഭാഗത്തോട്ട് പോയില്ലെങ്കിൽ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും എന്താണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ടേ പോകാവുള്ളൂ. ഓക്കെ, 4th ചാപ്റ്റർ ആണെങ്കിൽ പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. പ്ലാനിങ് അത്യാവശ്യം നല്ല സിമ്പിളായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണല്ലേ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ മീനിങ് എന്താണ് പ്ലാനിങ് എന്നുള്ള, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ പ്ലാനിങ്ങിൻ്റെ റോൾ എന്താണെന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുക. പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് സ്ഥിരം നേരത്തെ ചാപ്റ്ററിലൊക്കെ കണ്ട പോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് 4 മാർക്കിന് ചോദിക്കുന്നതാണ്, സ്ഥിരം ചോദിക്കുന്നതാണ്. ഓക്കെ, ടൈപ്സ് ഓഫ് പ്ലാൻസ് ഉണ്ട് ആൻഡ് പ്ലാനിങ് പ്രോസസ്സ്. ഇങ്ങനത്തെ പ്രോസസ്സ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഓർഡറിൽ തന്നെ പഠിക്കുക. ആൻഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഷോർട്ട് എസ്സേ പോലത്തെ ഉള്ള കാര്യങ്ങൾക്ക് വരാനായിട്ടുള്ള സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. 5ാമത്തെ ചാപ്റ്റർ ഓർഗനൈസിങ്ങിൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ എന്താണ് ഓർഗനൈസിങ് എന്നുള്ള ഒരു സംഭവം അത് സ്ഥിരമായിട്ട് പഠിച്ചു വെക്കുക. 2 മാർക്സിന് ഏതെങ്കിലും ഒരു 3-4 ചാപ്റ്ററിൻ്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ 3-4 ചാപ്റ്ററിൽ നിന്ന് വാട്ട് ഇസ് ഇന്ന സാധനം എന്ന് പറഞ്ഞ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ള നമ്മുടെ ഹൈറാർക്കിയൽ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം അത് നിങ്ങൾ പഠിക്കുക. എന്താണ് ഡെലിഗേഷൻ, വെരി ഇമ്പോർട്ടൻ്റ്, എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു കാര്യം അതിൻ്റെ ടേബിൾ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ലൈവുകളിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ നേരത്തെ ലൈവുകളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ക്രിസ്മസ് എക്സാമിനെ ബേസ് ചെയ്ത് നമ്മൾ കുറച്ച് ടഫായിട്ടുള്ള പോർഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അറിയില്ല എന്ന് തോന്നുന്ന ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിൽ തന്നെ ചോദിക്കാനും സാധിക്കും. ഓക്കെ, 6ാമത്തെ ചാപ്റ്റർ സ്റ്റാഫിങ്. ഈ ഒരു ഭാഗമൊക്കെ സെക്കൻഡ് ടേമിൽ വരുന്ന ഒരു പോർഷനാണ്. അപ്പോൾ അതുകൊണ്ട് പഠിച്ചിട്ട് പോകുക കേട്ടോ. സ്റ്റാഫിങ് നോക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റാഫിങ്ങിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഈ റിക്രൂട്ടിങ്, സെലക്ടിങ്, ട്രെയിനിങ്. ഈ റിക്രൂട്ടിങ് എന്താണ്, റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിങ് ചെയ്യുന്നത് കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണോ, അതെങ്ങനെയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഹെഡിങ്സ് എപ്പോഴും ഓർക്കുക, പോയിന്റ്സ് പഠിക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ് ഞാൻ പറഞ്ഞു, സ്റ്റെപ്സ്, പ്രോസസ്സ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്സിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് അല്ലേ, നമുക്ക് പല സോഴ്സുകളുണ്ട് റിക്രൂട്ട്മെൻറ്റിൻ്റെ. അതെന്തെല്ലാം എന്നുള്ള കാര്യം പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, അപ്പം ഏകദേശം നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് പറഞ്ഞു തരുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ലൈവുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ വന്നാൽ എന്താണ് എഴുതുന്നത്, എങ്ങനെ ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നത് എന്ന രീതിയിലായിരിക്കും നമ്മൾ ലൈവ് സെഷൻസ് പോകുന്നത്. അപ്പം അത് മാക്സിമം നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ അയച്ചു കൊടുക്കുക. ഓക്കെ, ഇൻ കേസ് ഇനി ആ ലൈവ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഈ ചാനലിൽ ലൈവ് എന്ന് പറയുന്ന ഒരു സെഷനുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ആ വീഡിയോസ് കിടപ്പുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് എടുത്ത് കണ്ടാൽ മതി. ഓക്കെ, യെസ്. അപ്പം ചാപ്റ്റർ 7 ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 11 മാർക്കോളം നമുക്ക് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അതിൻ്റെ മീനിങ് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അതും രണ്ടും നിങ്ങൾ പഠിക്കുക. ഡയറക്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ അകത്ത് വരുന്ന ഒരു 2 മാർക്സിന് വരുന്ന എന്താണ് ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ഒരു ഗുഡ് ലീഡറിൻ്റെ കുറച്ച് പോയിന്റ്സ് എഴുതാമോ എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ലീഡർഷിപ്പിനെ ബേസ് ചെയ്തുള്ള ലീഡർഷിപ്പിൻ്റെ ആ ഒരു ഭാഗം ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. പല തരത്തിലുള്ള 2 മാർക്സിനും 4 മാർക്സിനും ഒക്കെ വരാനായിട്ട് സാധ്യതയുള്ളൊരു ഭാഗമാണ്. പ്രിൻസിപ്പിൾസ് ആൻഡ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ഡയഗ്രാം, കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഡയഗ്രാം ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ആ ഡയഗ്രാം ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഹൈറാർക്കിയൽ ഓർഡർ, ആ കാര്യങ്ങൾ. ഇപ്പോൾ മോട്ടിവേഷനെ പറ്റി നമ്മൾ എന്താണ് മോട്ടിവേഷൻ, എന്താണ് മോട്ടീവ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. 2 മാർക്സിനൊക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്.
ചാപ്റ്റർ 8 നമ്മൾ നോക്കുവാണെങ്കിൽ കൺട്രോളിംഗ് ആണ്. കൺട്രോളിങ്ങിൻ്റെ കേസിൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ് കൺട്രോളിംഗ് എന്നുള്ളൊരു കാര്യം, കൺട്രോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻസ്, ഡ്രോബാക്സ് അല്ലെ കൺട്രോളിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് വരുന്നത് എന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഒരു 4 മാർക്സിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. പിന്നെ ഒന്നുകൂടെ പറയുവാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോക്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോക്സുകൾ നമ്മൾ ക്ലാസ്സിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്നിട്ട് നിങ്ങളത് പഠിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആണ്, താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് ചാനൽ കാണും, അതിൻ്റെ അകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നോട്ട്സ് കിട്ടും. ഓക്കെ, ആ നോട്ട്സിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിഫറൻസ് ബിറ്റ്വീനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ സ്ഥിരമായിട്ട് 4 തൊട്ട് 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ ചാപ്റ്ററിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഉണ്ടോ ആ ചാപ്റ്ററിലെ ഡിഫറൻസ് ബിറ്റ്വീൻ ഒക്കെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഇൻഡിവിജ്വൽ കോൺസെപ്റ്റ് ചോദിച്ചാലും ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ വരുന്നതാണ് ചാപ്റ്റർ 9, അവസാനത്തെ ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. എല്ലാവരുടെയും പേടി സ്വപ്നം, പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പഠിച്ചു വെക്കുക. പിന്നെ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിനാൻഷ്യൽ ഡിസിഷൻ. 4 മാർക്സിന് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് എസ്സേ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. പിന്നെ വരുന്ന കോൺസെപ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്, എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ മീനിങ് ആൻഡ് ഹൗ ഫേംസ് ഡിസൈഡ് ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി, അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചു വെക്കുക. കോൺസെപ്റ്റ് ഓഫ് ഡെപ്റ്റ് വേഴ്സസ് ഇക്വിറ്റി ഫിനാൻസിങ്. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കുക. ഓക്കെ, അപ്പം അതുപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ കണ്ടിട്ട് അയ്യോ എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ എന്നൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇപ്പം പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയാമെങ്കിൽ മിസ് ഇതൊക്കെ ഏകദേശം സെറ്റാണെന്ന് പറഞ്ഞ് താഴെ കമൻറ്റ് ചെയ്യുക. ഒന്നും അറിയത്തില്ലെങ്കിൽ ഒന്നും അറിയത്തില്ല എന്ന് തന്നെ പറഞ്ഞ് താഴെ കമൻറ്റ് ചെയ്തോ, ഒരു പ്രശ്നമില്ല. നമ്മൾ അടുത്ത ലൈവ് വരുമ്പോഴത്തേക്ക് അത് സെറ്റാക്കുന്നതായിരിക്കും. നിങ്ങളുടെ കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അവസാനം വരെ ആദ്യമേ കണ്ടിട്ട് അയ്യോ ഇതൊന്നും പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഇതൊക്കെ ഏതാണ് എന്ന് വിചാരിച്ച് വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരിച്ചു വരിക, ഒന്നുകൂടെ മൊത്തം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ഇതിൻ്റെ അകത്തൊന്നും ഒട്ടും അറിയാത്ത എന്ന് താഴെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ എടുക്കും. അതല്ല ഒന്നുമേ അറിയില്ല മിസ് ഇതൊക്കെ ഏതാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ അതും പ്രശ്നമില്ല, അങ്ങനെ തന്നെ കമൻറ്റ് ചെയ്തോളൂ. അത് നമ്മൾ വായിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ലൈവുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ഇനി ക്രിസ്മസ് എക്സാമിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു ചെറിയ ദിവസം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒറ്റയടിക്ക് നമുക്ക് പഠിക്കാം. ഓക്കെ, അത് ഇച്ചിരി പാടാണ്, കാരണം നമ്മൾ മാറ്റി വെച്ച് കുറേ ഒരു കുന്നുപോലെ ആയി കാണും. അതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നിങ്ങളെ എക്സാമിന് കുറച്ച് കോൺഫിഡൻറ്റോടെ ഒന്ന് എക്സാം ഹോൾ വരെ കയറ്റി വിടാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് മേടിക്കാം. സോ താഴെ പോയി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്നയോ അല്ലെങ്കിൽ അറിയാത്ത ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അറിയാവുന്ന ചാപ്റ്റർ ആണെങ്കിൽ നമുക്കധികം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടല്ലോ, നമുക്ക് ഏകദേശം അറിയാം. പക്ഷേ ഇന്ന സാധനം അറിയില്ല എന്ന് പറയുവാണെങ്കിൽ അതിന് വേണ്ടി സ്പെഷ്യൽ വീഡിയോസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്ലാസ്സുകളിൽ വെച്ച് കാണാം. ബൈ.